എരിഹോവിലിരുന്ന കുരുടൻ, ആ കുരുടൻ കിടന്ന് നിലവിളിച്ചു. എല്ലാവരും അവൻ്റെ വാപൊത്തി. യേശു അവിടെ നിന്നു. യേശു പറഞ്ഞു അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അത്രേ ഉള്ളൂ. എന്നാ പിടിച്ചോ എന്നാണ് പറഞ്ഞത്. അല്ല, ലൂക്കോസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലമുടിനാര് കീറി എഴുതുമ്പോൾ എഴുതുന്നത്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാ: യേശു പറഞ്ഞ വാക്യത പ്രാപിക്കുക. അല്ലാതെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തുവാല പ്രാർത്ഥിച്ചു തരാം, സ്തോത്രം, കണ്ണിൽ വെക്കാൻ വേണ്ടി കുക്കമ്പർ കണ്ടിച്ച് സ്തോത്രം അത് പ്രാർത്ഥിച്ചു തരാമെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? യേശു പറഞ്ഞു, എടാ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാനാണ് ദൈവം, ഞാനാണ് സൃഷ്ടാവ്. നീ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, നിനക്ക് കാഴ്ചയല്ലേ വേണ്ടത്, പ്രാപിച്ചോ എന്ന് പറഞ്ഞാൽ നീ അങ്ങ് റിസീവ് ചെയ്തോളണം, പിടിച്ചോളണം. ആരും ഇവിടെ ഒന്നും എടുത്തു തരികേല, ആരും ഒന്നും ഇവിടെ സ്വത്രഹാലറിയ ഞെക്കിപ്പിടിച്ചു തരികേല. ദൈവസഭയ്ക്കകത്ത് പ്രാപിച്ചോളണം, പ്രാപിച്ചോളണം. സൗഖ്യം വേണോ, സന്തോഷം വേണോ, സമാധാനം വേണോ, കാഴ്ച വേണോ, ശുശ്രൂഷ വേണോ, വിടുതൽ വേണോ, പ്രാപിച്ചോളണം. റിസീവ് ചെയ്യണം. ബൈബിളിന്റെ ഭാഷ പ്രാപിക്കണം. അപ്പൊ ദൈവം തമ്പുരാന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക. നമ്മുടെ കൊച്ചുങ്ങളുടെ കാര്യം പോലും നടന്നിട്ടില്ല, പക്ഷെ വേദപുസ്തകത്തിന്റെ ഉപദേശമാണ്. എടാ നീ എൻ്റെ മോനാണ്, ദൈവത്തിന്റെ മനുഷ്യൻ. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? നമ്മൾ വായിച്ച തിമോത്തിയോസിൽ എഴുതി കണ്ടോ, ഒരു വാക്ക് കണ്ടോ? ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവത്തിന്റെ മനുഷ്യൻ. അവനോട് പറയാം, നീ ദൈവത്തിന്റെ മനുഷ്യനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം പോലും നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക്, അതിനൊക്കെ ഒരു സമയമുണ്ട്. ശരിയാണ്, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഞാനും നേരിട്ടിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഒരു ഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് 3-3.5 കൊല്ലം സ്തോത്രം ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമുണ്ട്. അതിൽ കൂടെയൊക്കെ ദൈവം ആരെയും കൊണ്ടുവരുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. അതിനൊക്കെ അങ്ങനെയുള്ളൊരു സമയം വരുമ്പോൾ തിരിച്ചറിഞ്ഞ് ദാവീദ് പറഞ്ഞതുപോലെ, നീ മുമ്പും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൊത്തം വിശദീകരിക്കേണ്ട ദൂതാണ്. എല്ലാം കർത്താവ് എന്നെ കട്ട് പീസ് ഇടുമ്പോൾ ഇട്ട് തരിക. ദാവീദ് പറയുന്നു, മുമ്പും പിൻപും അടച്ച് എൻ്റെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് അത്യത്ഭുതമായി തോന്നിയത് എന്നാണെന്നറിയാമോ? ദൈവം എന്നെ പോലത്തെ ഒരു മനുഷ്യൻ്റെ പുറത്ത് അവൻ്റെ കൈ കൊണ്ട് വെച്ചല്ലോ. നമ്മൾ ഓർത്ത് നോക്കിയേ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനകത്ത് വരുന്നു, കാണാൻ വേണ്ടി നിൽക്കുക. പാലത്തിൽ നിന്ന് നരേന്ദ്രമോദി വർത്താനം പറയുക. നമ്മൾ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരുടെ തോളയിൽ ഇങ്ങനെ കൈവയ്ക്കുകയല്ലേ? അതും ചെയ്യുകയില്ല അല്ലേ? തോളെ ഇങ്ങനെ കൈവയ്ക്കുകയല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, നിങ്ങൾ അതിനകത്തുകാരനാണ്, നിങ്ങളോട് അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ തോളെ കൈവച്ചുകൊണ്ട് കുറച്ചു നേരം, നിങ്ങളോടല്ല, നിങ്ങളുടെ തോളെ കൈവച്ചുകൊണ്ട് ഇവിടെയുള്ള പാർട്ടി നേതാക്കളോട് വർത്തമാനം പറയുവാണെങ്കിൽ, ചാനലുകാരും പത്രക്കാരും നാളെ പത്രത്തിനകത്ത് ഏതായിരിക്കും ഫ്രണ്ട് പേജ് വരുന്ന പടം? നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ലെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, എനിക്കറിയാം, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു പടം കിട്ടിയ പത്രക്കാർ വിടുവോ? അവരത് മാത്രം ഫോക്കസ് ചെയ്ത് ഇന്നത്തെ യൂട്യൂബിനകത്ത് ഏറ്റവും വലിയ എന്താ പറയാ സ്വത്ര തരംഗമായി മാറും, വൈറലാവും. ഒരു നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് കുറച്ച് നേരം വർത്താനം പറയുമ്പോൾ എൻ്റെ തോളെ കൈവച്ചുകൊണ്ട് സ്വത്രം അദ്ദേഹം വർത്താനം പറയുവാണെങ്കിൽ ആ രംഗം നാളെ ഇവിടെ വലിയ വാർത്തയാവും. ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ദാവീദ് ദൈവത്തിൻ്റെ കൈ ദാവീദിൻ്റെ മേൽ വെച്ചു. എൻ്റെ ആ വാക്ക് കേൾക്കണം. അവിടെയാണ് നമ്മുടെ ഈ ട്വിസ്റ്റ് കിടക്കുന്നത്.
ദൈവം തമ്പുരാൻ്റെ കൈ അങ്ങനെ കയറി മുമ്പും പുറവും അടച്ചിട്ട് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കൈ വെച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൈ ആട്ടടയനായിരുന്ന എൻ്റെ മേൽ വെച്ചത് എനിക്ക് അത്ഭുതമാകുന്നു എന്നല്ല പറഞ്ഞത്. അതല്ല, വായിച്ചു നോക്കി, അല്ല. പിന്നെ എന്താ പറഞ്ഞത്? ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഇപ്പൊ എൻ്റെ പുറത്ത് വെച്ച കയ്യ് എൻ്റെ ദൈവത്തിൻ്റെ കയ്യാന്നുള്ള തിരിച്ചറിവ്, അതാ പരിജ്ഞാനം. മനസ്സിലായോ? ഹല്ലേലൂയ. എന്റെ ദൈവമേ, എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ദൈവം എന്റെ പുറത്ത് കൈവച്ചു എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി, അതാ പരിജ്ഞാനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പെന്തിക്കോസുകാരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആര് കൈവച്ചാലും സാത്താനെ വെച്ചെന്നേ പറയുള്ളൂ. പ്രത്യേകിച്ച് മുമ്പും പുറകും അടച്ചിട്ടല്ലേ വെച്ചേ, അല്ലേ? മുമ്പും പുറകും അടച്ചിട്ട് കൈ വെച്ചാൽ നമ്മൾ ആരാന്ന് പറയും ഞായറാഴ്ച സാക്ഷ്യത്തിൽ? എൻ്റെ പൊന്നു പാസ്റ്ററെ, 2 ആഴ്ചയായിട്ട് മുമ്പും പുറകും അടച്ചാൽ കള്ളം കൈ വെച്ചിരിക്കുക, ഇന്ന് പ്രാർത്ഥിച്ച് പൊട്ടിച്ച് വിടാമെന്ന് പറഞ്ഞു. കർത്താവ് വെച്ചെന്നുള്ള തിരിച്ചറിവാ പരിജ്ഞാനം. അപ്പൊ അദ്ദേഹം പറയുന്നു, എൻ്റെ ദൈവമേ, എന്നോട് ആരും പ്രവചിച്ചില്ല, ആരും മഷിയിട്ട് നോക്കിയില്ല, എനിക്ക് മനസ്സിലായി ഈ കാര്യം അടച്ചത് ദൈവമാണ്. ഇപ്പോൾ മുമ്പും അടച്ചത് ദൈവമാണ്. ഇപ്പോൾ എന്നെ വിടാതിരുന്ന ദൈവമാണ്. ഇപ്പോൾ ആ കൈവച്ചത് ദൈവമാണ്. ഈ പരിജ്ഞാനം ഈ പരിജ്ഞാനം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു അടിയങ്ങൾ. തിരിച്ചു വരാം. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട്, വകയില്ല. അതിനിപ്പോ എന്ത് ചെയ്യണം? അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, നീ വക പ്രാപിക്കണം. എന്തിനുള്ള വക? നിന്റെ ഓട് മാറാനും നിന്റെ ബാത്റൂം സ്വത്രം പൈപ്പ് പൊട്ടിക്കിടക്കുന്ന മാറാനുമായിട്ടല്ല. സൽപ്രവർത്തിക്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യാനുള്ള വക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നീ എവിടെയെങ്കിലും പോയി പഴന്തുണി പറക്കല്ല വേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവനും പറയുന്നവനും ആ പണിക്ക് ഞാൻ ആരെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, വിഷയമില്ല. പക്ഷെ ഞാൻ ഈ വാക്യം കണ്ടു. സ്വത്രം, നിനക്കൊരുവനെ സഹായിക്കണമെന്ന് മനസ്സുണ്ടോ? നിനക്കൊരുവന് തുണി മേടിച്ചു കൊടുക്കുന്ന മനസ്സുണ്ടോ? നിനക്കൊരു കൊച്ചിനെ +2 വരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്കൊരു കൊച്ചിന്റെ ഭാവി തെളിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ നീ എന്നോട് അതിന് വക പ്രാപിച്ചോ? വക പ്രാപിക്കുക. ഇന്ന് പകൽക്കാലത്തെ യോഗത്തിൽ കർത്താവ് സ്പെഷ്യലായി പറയുക, വക പ്രാപിക്ക്. നിന്റെ സ്വപ്നത്തിൽ നീ കാണ്, നിന്റെ ഭാവനയിൽ കാണ്. അന്തക്ഷാനം പ്രൗഢം വൈദം ഋഗനം ധാരേ അത്തോരേവ ശമനേരാധ ശംദലരഗതേ. വക അതിനുള്ള വക പ്രാപിക്ക. വളരെ സൂക്ഷിച്ചോളണം. സ്തോത്രം. കർത്താവ് നമ്മൾ ആഗ്രഹിച്ചാൽ, സഭ ആഗ്രഹിച്ചാൽ അതിനുള്ള വക തരും. വളരെ ജാഗ്രതയിലായിരിക്കണം. അത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിടാനും ഫേസ്ബുക്കിലിടാനാണെങ്കിൽ നിന്റെ ആധാരം കൂടി മേടിച്ചുകൊണ്ട് കർത്താവ് പോവും. പിന്നെ നിനക്ക് ലോൺ പോലും കിട്ടിയാല. അതും പറഞ്ഞേക്കാം. അതല്ല ഇവിടെ വിഷയം. ആരും അറിയാതെ ഒരുത്തനെ സഹായിക്കാൻ നീ ദൈവവൈദ്യലാം നിലവാരത്തിന് ആരും അറിയണ്ട. സ്വർഗത്തിൽ പ്രതിഫലം തന്നോളും. നിന്റെ കാശൊന്നും അല്ലല്ലോ, തമ്പുരാനീന്ന് വക പ്രാപിച്ചിട്ടല്ല കൊടുക്കുന്നേ. അവൻ തരുന്നു, കൊടുക്കുന്നു. അങ്ങനെയാണ് ദൈവാലയ പണിയുടെ സമയത്ത് ദാവീദ് പറഞ്ഞത്, അപ്പാ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങ് തന്നേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഇവിടെ ഇവിടെ കോഴിയെ വളർത്തി ആടിനെ വളർത്തി ഉണ്ടാക്കിയതല്ല, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നേ ഉള്ളൂ.
വക പ്രാപിക്കാൻ. ഇന്ന് പകൽക്കാലം നിന്റെ കാഴ്ചപ്പാട് മാറട്ടെ. നീ വന്നത് നിന്റെ കൊച്ചിന്റെ അഡ്മിഷന് വഴിയുണ്ടോന്ന് അറിയാനായിരിക്കും. നീ വന്നത് നിനക്കൊരു വീട് കിട്ടുമെന്ന് അറിയാനായിരിക്കും. നിന്നെ ദൈവം മാറ്റാൻ പോകുകയാ. നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാ. നിന്നെ ദൈവം ഉയർത്താൻ പോകുകയാ. നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നീ ദൈവത്തിന്റെ മനുഷ്യനാകാമോ? നീ ദൈവത്തിന്റെ മനുഷ്യൻ. അതാണ് അതിന്റെ യോഗ്യത. യോഗ്യത നമുക്കറിയാം. ഓരോ സ്ഥാപനങ്ങൾ വേക്കൻസി വെക്കുമ്പോൾ അതിന് യോഗ്യത വെക്കും. ദൈവം വെച്ചിരിക്കുന്ന യോഗ്യത, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വക പ്രാപിപ്പാനുള്ള യോഗ്യത. പെന്തിക്കോസുകാരനാകണമെന്നല്ല, എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടിട്ട് കറങ്ങി നടക്കണമെന്നല്ല, സ്വത്ര 500 രൂപ വെച്ച് കൊച്ചിന്റെ ശമ്പളം കിട്ടുമ്പോൾ വടക്കേണ്ടിക്ക് അയച്ചു കൊടുക്കുന്നവനെന്നല്ല. ദൈവത്തിന്റെ മനുഷ്യനാകണം. ദൈവത്തിന്റെ മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്, എനിക്ക് പുകഴ്ച വേണ്ട, എനിക്ക് പേര് വേണ്ട, എന്റെ പേര് ലിസ്റ്റിൽ വരണ്ട, എനിക്കൊരാഗ്രഹമുണ്ട്. ചിലരെ എന്റെ നാട്ടിൽ സഹായിക്കണം. ഈ ദൈവം നല്ലവനാന്ന് പറയണം. അപ്പച്ച പച്ച 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 റബന ധാര ശബാന ഹന്ദ താരാഗ റീഗ ശബന. ഹല്ലേലൂയ. ഹോളി 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 ഹോളി. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോട് ഒരു മിനിറ്റോടെ പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്ര 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 സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊരു വാക്യം വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, അവൻ പുരാതന സമ്പത്തിനുടമയാണ്. പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിളിൽ സ്തോത്ര ഈ പദങ്ങൾ പഠിക്കും, ശ്രദ്ധിക്കും. പദാനുപദങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ്. സ്തോത്രം. നമ്മൾ ഹരം കൊള്ളുന്ന ഈ പദങ്ങൾ പഠിച്ചാൽ ഓരോ പദത്തിനും അസാധാരണ അർത്ഥമുണ്ട്. വലിയ അതിനകത്ത് ഗ്രീക്കും ഡിക്ഷണറി ഒന്നും പോകണ്ട. നമ്മുടെ മൈൻഡ് അതിനകത്തൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ദൈവം പറയുന്നു എൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിൽ പറയത്തില്ല അച്ഛാ, പുതുപ്പണം എന്നകത്ത് പറയാറുണ്ടോ അമ്മമ്മ? എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ പറയാം, നിൻ്റെ അപ്പനൊക്കെ പിണങ്ങരുതേ, ഞാൻ സത്യം പറയാൻ വേണ്ടി പറയാം കേട്ടോ. എൻ്റെ അപ്പനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നുകൊണ്ടിരുന്നവനാ. എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പാത്രം കഴിച്ചു, നീ ഇപ്പോഴല്ലേ പുത്തം കണ്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവൻ പുതുപ്പണക്കാരനാണ്. ഇപ്പം എങ്ങാണ്ട് ഒരു പെങ്കൊച്ച് ഓസ്ട്രേലിയ പോയി, അതിൻ്റെ കൊഴുപ്പായി കാണിക്കുന്നത്. അതാണ് പുതുപ്പണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇപ്പം എങ്ങാണ്ടും കിട്ടി, വീട് പണിയുന്നു, മതിൽ പണിയുന്നു, പട്ടിയെ വളർത്തുന്നു. സ്തോത്രം. പിന്നെ എന്തൊക്കെ ഇത് പുതുപ്പണം കണ്ടാലറിയാം. കാശ് കണ്ട ആർത്തി തീയുന്ന 3-4 തലമുറയായി അങ്ങനെയുള്ള സ്തോത്രം വീട്ടുകാരുണ്ട്. അവര് പുത്തൻകൂറ്റ് പണക്കാരല്ല, പുരാതന സമ്പത്തുള്ളവനാണ്. ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങളെല്ലാം കൂടി കേരളത്തിൽ ഞായറാഴ്ച ഇടുന്ന സ്തോത്രകാഴ്ച അങ്ങോട്ട് അയച്ചു തരുന്ന കൊണ്ടല്ല നമ്മൾ കമ്പനി ഓടിക്കുന്നത്. എന്നെ കർത്താവ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ദാരിദ്ര്യം തീർത്തേ വിടുകയുള്ളൂ, കണ്ണ് തുറന്നേ വിടുകയുള്ളൂ. ദൈവം പറയുന്നു, എന്റെ കയ്യിൽ പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ എടുക്കാത്ത പണം, പൂത്ത പണം എന്ന് പറയില്ലേ. 30-ാം തീയതി ശമ്പളം കിട്ടുന്ന അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് ഭാര്യയും ഭർത്താവും കൂടി നോട്ട് വീതം വെക്കുക. പലചരക്കടയിൽ 4000, 8,500 മാറ്റി വെച്ച് കൊടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞ് പത്രക്കാരന് 500, ഒരു 500 മാറ്റി വെച്ച് കൊടുത്തു. പാലുകാരന് 3500, 7,500 മാറ്റി വെച്ച് കൊടുത്തു. സ്തോത്രം. പിന്നെ KSF-യിലെ ചിട്ടിക്ക് 20,500 മാറ്റി വെച്ച് കൊടുത്തു. സ്തോത്രം. പിന്നെ ബാക്കി കൊച്ചിന് മരുന്ന് ഫീസ് പറയണ്ടല്ലോ. ഇനി പിന്നെ 500 അച്ചാൻ എവിടെയെങ്കിലും വരച്ചെടുക്കണം. കയ്യിലിരുന്ന് മുഴുവൻ അമ്മാമ്മയ്ക്ക് കൊടുത്തു. 30-ാം തീയതി കിട്ടുന്നത് 10-ാം തീയതി തീരുമ്പോൾ പൂത്ത പണം കാണുകയില്ല.
അന്നന്ന് തീരുക. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ഭാഷ ഉപയോഗിക്കുക കേട്ടോ, ദൈവം പറയുന്നു എൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കുന്നുണ്ടാ. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുത്തിയ കാര്യമാണ്. ഈ സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിൽ പൂത്ത പണം ഇരിക്കുമ്പോഴാണ് പിള്ളേർ ഇവിടെ ശവക്കോട്ടയ്ക്ക് കുറ്റിയും തിരിച്ചുകൊണ്ട് നടക്കുന്നു. വിരോധാഭാസമല്ലേ? അല്ല, ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുകയല്ല. എന്നെ അപ്പന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പലരും അപ്പനല്ലേ, അതേ ഇരിക്കുന്ന നല്ല അപ്പന്മാർ. നിങ്ങളുടെ കയ്യിൽ പൂത്ത പണം ഇരിക്കുമ്പോൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചയച്ചിട്ട് ആ പെങ്കൊച്ചിൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ കൊച്ചിനെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. നിങ്ങളതറിഞ്ഞിട്ട് നിങ്ങൾ ഈ പൂത്ത പണം തൊടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നാ അപ്പന? നിങ്ങൾ അപ്പന അത് കൂടാൻ പറ്റുമോ? കല്യാണം കഴിച്ചു വിട്ടോടുകൂടി നിങ്ങളുടെ അപ്പൻ സ്ഥാനം പോയോ കൊച്ചൻ്റെ ഇടന്ന്? അപ്പൊ ദൈവം പറയുന്നു, എൻ്റെ പുരാതന സമ്പത്തിരിക്കുന്നു, എടുക്കാത്ത പണം ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് പറ്റി? അപ്പൊ എന്തോ കോൺട്രഡിക്ഷൻ, എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം. എന്തോ പറ്റി? ഞാൻ നിങ്ങളോട് പറയാം. ദൈവം ബാക്കിയെല്ലാം, ദൈവം കൃപാവരത്തെക്കുറിച്ചൊക്കെ പറയും. ഒരുത്തന് കൃപാവരം കൊടുത്തിട്ട് മറ്റുള്ള പറയുകയാണതേ, നീ കൃപാവരം കൊടുത്തോന്തേ അവിടെ നിന്നുകൊണ്ട് സ്തോത്രം കൃപാവര ശുശ്രൂഷയും ചെയ്യുന്നു, പിന്നെ അവൻ സ്തോത്രം വേറെ ഏതാണ്ടും കൂടി സൈഡ് ബിസിനസ്സോടെ ചെയ്യുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് പറയും, ഞാൻ എൻ്റെ കൃപാവരത്തെക്കുറിച്ച് അനുദവിക്കുന്നില്ല, അവൻ കൊണ്ടോട്ടെ. അവൻ കൊണ്ടുപോയിട്ട് ആളെ ഉണ്ടാക്കുക, സ്വത്രാജിടൊക്കെ ചെയ്യട്ടെ കർത്താവിന്. പക്ഷെ കർത്താവിൻ്റെ പണം എല്ലാവർക്കും കൊടുക്കുകയല്ല. അത് കേട്ടോ. നിങ്ങൾക്ക് പ്രവചനം വേണോ, രോഗം, ഇതൊക്കെ വേണമെങ്കിൽ ഇഷ്ടം പോലെ അതിനകത്ത് ചുമ്മാ തപ്പിപ്പറക്കി എടുത്താൽ കൃപാപരമുള്ളൊരു 110 പേരെ എടുക്കാം. പക്ഷെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ, ഞാൻ പറയുന്നത് സരളമായിട്ടെടുക്കരുത്. വിശ്വസ്തന്മാരുടെ കയ്യിൽ മാത്രമേ ദൈവം പണം കൊടുക്കുള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. കണ്ണു തുറക്കണം. ഈ സഭയോടാണ് ഈ ദൂത് പറയുന്നത്. ഇന്ന് വന്നവരോടാ പറയുന്നത്. ദൈവത്തിന് ദാരിദ്ര്യമില്ല. ദൈവം ലോൺ എടുക്കണ്ട. നീ വിശ്വസ്തനായി കർത്താവിന്റെ പണത്തിൽ ഒരു രൂപ പോലും എനിക്ക് വേണ്ടപ്പാ, എനിക്ക് എന്റെ കാര്യം ദൈവം നടത്തുന്നു. അവിടെ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് പോലെ സ്വർഗത്തിൽ പുരാതന സമ്പത്തുണ്ട്. വക പ്രാപിക്കാമെങ്കിൽ കണ്ണു തുറന്ന് വക പ്രാപിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവേ, ചിലരെ രക്ഷയിലേക്ക് നയിക്കാൻ, ചില തകർച്ച മാറ്റാൻ, കർത്താവെ വക പ്രാപിക്കാൻ. ആ വാക്യം, തിമോഥെയോസിന്റെ വാക്യം ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുതി വെച്ചിരിക്കുന്നു ഒരു ഓരത്തെത്തിയില്ല. ഞാനിവിടെ വന്നതിന് ശേഷമാണ് പേപ്പർ എടുത്ത് 4 വാക്യം ഇവിടെ അതിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷെ ഇവിടെ ഇട്ടു തരുന്ന വാക്യങ്ങൾ ഞാൻ ചാടി പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വെണ്ണിക്കൊടുത്ത് കൊണ്ടാക്കണം. കാരണം ഈ ദൂതൊക്കെ കിട്ടിയാൽ എന്തായിരിക്കും? പരിശുദ്ധാത്മാവ് എന്തായി പറയുന്നത് അത് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ കാശ് കൊണ്ട് നീ വട്ടിക്കൂട് പണിയാനും മതില് പണിയാനും സ്തോത്ര ആഡംബരം കാണിക്കാനും പോയാൽ ഞാൻ പറഞ്ഞല്ലോ, പലിശ തകതെന്ന് കർത്താവ് തിരിച്ചു മേടിക്കും. വിശ്വസ്തനായിരുന്നാൽ വക പ്രാപിക്കാം. ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാം. കാരണം സ്വർഗം പറഞ്ഞിരിക്കുന്നു സൽപ്രവർത്തിക്കുള്ള വക. സൽപ്രവൃത്തി ചെയ്യണം ആളെ വക. അത് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ഞാൻ പറയുന്നതിൻ്റെ ഓപ്പൺ മൈൻഡ് ചിന്തിക്കണം. സ്കൂൾ തുറക്കാൻ നേരത്തെ എവിടെങ്കിലും 4 സ്ലേറ്റോ പെൻസിലോ മേടിച്ചു കൊടുക്കണം. ഇവിടെ എന്തോരം പേര് കൊടുക്കുന്നു. നീ ദൈവത്തിൻ്റെ പാദമെടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാതെ ചിലരുടെ തകർച്ച മാറ്റാൻ നിന്റെ അടുക്കൽ ദൈവം അയക്കും. പൗലോസ് സ്തോത്രകാഴ്ച കൊണ്ട് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ഇതെല്ലാവരെയും കൂടി വിളിച്ചു വരുത്തി ഒരു ബാനറും കെട്ടി ക്യാമറക്കാരെ വിളിച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിൻ പ്രകാരം അവരുടെ സ്തോത്ര ആൾക്കാർക്ക് എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം വീതം വെച്ച് കൊടുക്കാൻ സമ്മതിക്കരുത്. ഇത് കിട്ടേണ്ടവൻ്റെ കയ്യിൽ തന്നെ കിട്ടാൻ.
മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അവിടെ ചെല്ലുമ്പോഴേക്കും പറയും, ഇവിടെ നിന്ന് എഴുതി അയക്കും സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരാളെ ആക്കിയിട്ടുണ്ട്, അവരെഴുതി അയക്കുകയാണ് സ്തോത്രം, ഈ മാസം 4 പേർക്ക് കൊടുക്കണം, ഇന്നരാണ്. പക്ഷെ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, ആരാണ്ടെന്ന് അന്ന ലിസ്റ്റല്ല, പാവപ്പെട്ട ദൈവമക്കൾ പണിയെടുത്തിട്ട് എൻ്റെ തന്നുവിടുന്നതാ. അല്ല, ദൈവം തമ്പുരാൻ നോട്ടടിക്കുന്നില്ല, പൗലോസിന് നോട്ടടിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ കയ്യിൽ വരുന്നതൊക്കെ എവിടെയെങ്കിലും അധ്വാനിക്കുന്നവരോ വിദേശ രാജ്യത്തേക്ക് അധ്വാനിക്കുന്നവർ, അവരാണ് ഈ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൈത്താങ്ങൾ തരുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് പലപ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കൈകാര്യം ചെയ്യാൻ പേടിയാണ് കർത്താവേ. കാരണം സ്തോത്രം, ഞാൻ ഭയപ്പെടുന്നു, ഇതെൻ്റെ അല്ല, പാവപ്പെട്ട ആരൊക്കെയോ. ഞങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുടെ കാര്യം പറയുമ്പോൾ സ്തോത്രം, ഈ ഓൺലൈനൊക്കെ ഉള്ള ദൂരത്തുള്ള പലരും സ്തോത്രം അവരെന്നെ വിളിച്ച് ചോദിച്ച് അവർ കൈകാര്യം ചെയ്യാറുണ്ട്. ഒരാൾ തന്നെ 4, 3, 7 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഭയപ്പെടും, കാരണം അവർ പാവപ്പെട്ടവർ രാത്രി 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സസൊക്കെയാണ്. വീട്ടിലെല്ലാവരും അനുകൂലമല്ല. അവർ ഉറക്കളച്ച് 12 മണിക്കൂർ തറയിലിരിക്കാതെ പണിയുന്ന നടുവേദനയുള്ള, നട്ടല് വേദനയുള്ള, സ്തോത്രം, നട്ടലിൻ്റെ കണ്ണികൾ വളഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അയച്ചു തന്ന പണം കൊണ്ട് നീ ഇവിടെ കുഴിമന്തി അടിച്ചു നടന്ന, മനസ്സിലാവുന്നല്ലോ? നിനക്ക് ആഹാരം കഴിക്കാം, നിന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ട, പക്ഷെ നീ ഇവിടെ ആഡംബരപ്രിയനായാൽ നീ കണക്ക് പറയേണ്ടി വരും. ആരോടാണെങ്കിലും. ഞാൻ കേരളത്തോട് ഓൺലൈനും കൂടി ചേർത്ത് വെച്ചാ പറയുന്നത്. അതുകൊണ്ട് സ്വർഗം പറയുന്നു, വിശ്വസ്തയോടെ നിന്നാൽ, വിശ്വസ്തനായിരുന്നാൽ എന്റെ ദൈവം നിന്റെ ദാരിദ്ര്യം മാറ്റുമെന്നല്ല, നിന്നെ വെച്ച് കുറെ പേരെ കൂടെ എന്റെ കർത്താവ് സഹായിക്കാം. അതിന് ദൈവം ഇന്ന് ചിലരെ അവന്റെ രക്തം കൊണ്ട് മുദ്ര വെക്കുക, കർത്താവ് തൊട്ടു മാറ്റുക. നിന്റെ ബുദ്ധിമുട്ട് ദൈവത്തിനറിയാം, നിന്റെ ഭാരം ദൈവത്തിനറിയാം. ഈ പൗലോസ് എന്ന് പറഞ്ഞ കക്ഷി എന്നെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ കടന്നിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നിന്നെ കൊണ്ട് ചിലരെ സഹായിക്കാൻ, നിന്നെ കൊണ്ട് ചിലരെ പണിതെടുക്കാൻ കർത്താവിന്റെ കരം ഇന്ന് നീണ്ടുവരികയാ. ഈ സഭയെ ദൈവം ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൽ ഞാൻ ചക്കരവാക്ക് പറയുകയല്ല, ആത്മാവിന്റെ വെളിപ്പാട് പറയുക. കർത്താവിന്റെ കാഴ്ചപ്പാടിലേക്ക് വാ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വാ. ഭയത്തോടെ ഈ പ്രവാസകാലം ശുശ്രൂഷ ചെയ്യുക, ദൈവം തെളിയിക്കും.